भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 654 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 65 അധ്യായത്തിലെ 9 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ബലരാമസ്വാമി വൃന്ദാവനത്തിലേക്ക് പോയതും അവിടെ എത്തിയപ്പോൾ ഗോപന്മാര് ഗോപികമാര് ഒക്കെ അദ്ദേഹവുമായി സംസാരിച്ചതായിട്ടുള്ള രംഗം, അതാണ് നമ്മൾ അനുസ്മരിച്ചത് ഇന്നലെ. ഇപ്പോൾ ഗോപികമാര് ഗോപ്യോ ഹസന്ധ്യ പപ്രച്ഛൂ രാമസന്ദർശനാദൃത കച്ചിദാസ്തേ സുഖം കൃഷ്ണ പുരസ്ത്രീജനവല്ലഭ. രാമസന്ദർശനാദൃത, രാമന്റെ സന്ദർശനം കൊണ്ടുള്ള ആദരം നേടിയ ഗോപികമാര് ഹസന്ധ്യ ചിരിച്ച് പുരസ്ത്രീജനവല്ലഭ, പട്ടണത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ ശ്രീകൃഷ്ണൻ സുഖം ആസ്തേ, സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. ശ്രീകൃഷ്ണന് സുഖം തന്നെയല്ലേ? ശ്രീകൃഷ്ണനെ പിരിഞ്ഞത് കൊണ്ടുള്ള ഉത്കണ്ഠ കൊണ്ട് തങ്ങളുടെ നിലയ്ക്ക് ഉചിതമല്ലാത്ത വിധത്തിൽ ഗോപികൾ തങ്ങളുടെ ആ പ്രിയപ്പെട്ട ഭഗവാന്റെ ജ്യേഷ്ഠനായ രാമനോട് ഒരു ലജ്ജയുമില്ലാതെ ചോദിച്ചു എന്നാണ്. 10 വിധത്തിലുള്ള മന്മഥാവസ്ഥ, അതിൽ ഉന്മാദഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ചോദിച്ചു, കച്ചിത് സ്മരതി വാ ബന്ധൂൻ പിതരം മാതരം ചസ അപ്യസൗ മാതരം ദ്രഷ്ടും സകൃതപ്യാഗമിഷ്യതി. സാ, അവൻ ബന്ധുക്കളെയും അച്ഛനെയും അമ്മയെയും ബന്ധൂൻ പിതരം മാതരം സ്മരതി കച്ചിൽ വാ, എപ്പോഴെങ്കിലും സ്മരിക്കുന്നുണ്ടോ? മാതരം, അമ്മയെ കാണാനായി, ദ്രഷ്ടും സകൃത് അപി, ഒരിക്കലെങ്കിലും, അസൗ അപി ആഗമിഷ്യതി, ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരുമോ?
ഗോപികമാരുടെ ചോദ്യങ്ങളാണ്. അപിവ സ്മരതേസ്മാകമനുസേവാം മഹാഭുജ മാതരം പിതരം ഭ്രാതൃൻ പതീൻ പുത്രാൻ സ്യുസ്യൂരഭി യദർത്ഥേ ജഹിമദാശാർഹ ദുസ്ത്യജാൻ സ്വജനാൻ പ്രഭോ. അസ്മാകം അനുസേവാം, ഞങ്ങളുടെ ആ ശുശ്രൂഷയെ, മഹാഭുജനായ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ അപിവ സ്മരത്തെ, ഇപ്പോ ഓർമ്മിക്കുന്നുണ്ടോ? ദാശാർഹ, ഹേ പ്രഭോ, യദർത്ഥേ ദുസ്ത്യജാൻ, യാതൊന്നിനു വേണ്ടി ഉപേക്ഷിക്കാൻ കഴിയാത്ത സ്വജനങ്ങളായ അമ്മയെയും അച്ഛനെയും സഹോദരന്മാരെയും ഭർത്താക്കന്മാരെയും സഹോദരികളെയും ഉപേക്ഷിച്ചു. സാധാരണ രീതിയിൽ ജനങ്ങൾക്ക് ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ശ്രീകൃഷ്ണ പ്രേമത്തിൽ ഞങ്ങളിതൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ ആ സ്വജനങ്ങളെയും ബന്ധുക്കളെയും അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും മക്കളെയും സഹോദരിമാരെയും ഒക്കെ സകലതിനെയും ഉപേക്ഷിച്ച, ഏറ്റവും അടുത്തിരിക്കുന്ന സ്വജനങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച ശ്രീകൃഷ്ണനെ സേവിച്ച ഞങ്ങളുടെ ആ പരിചരണത്തെ, ആ സേവയെ ശ്രീകൃഷ്ണൻ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? താ ന സദ്യ പരിത്യജ്യ ഗത സഞ്ചിന്ന സൗഹൃദ കഥം നു താദൃശം സ്ത്രീഭിർ ന ശ്രദ്ധീയേത ഭാഷിതം. സഞ്ചിന്ന സൗഹൃദ, സംഛിന്നമായ മുറിക്കപ്പെട്ട സൗഹൃദം. താ ന, അങ്ങനെയുള്ള ഞങ്ങളെ സദ്യ പരിത്യജ്യ, പെട്ടെന്ന് തീരെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് ഗതഹ പോയി. ആരെ? ശ്രീകൃഷ്ണൻ. താദൃശം ഭാഷിതം സ്ത്രീഭി കഥം ന ശ്രദ്ധീയേത, അങ്ങനെയുള്ളവരുള്ള വാക്കുകൾ സ്ത്രീകളാൽ എങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയില്ല എന്നാണ്. ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് വിശ്വസിച്ചു എന്നാണെങ്കിൽ ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങളെ പിരിഞ്ഞാൽ അരനാഴിക പോലും എനിക്ക് പൊറുക്കാൻ സാധിക്കില്ല, നിങ്ങൾ എൻ്റെ ജീവനാണ്, ജീവൻ്റെ ജീവനാണെന്നൊക്കെ പറഞ്ഞ ആ ഭഗവാൻ. അതുകൊണ്ട് തന്നെ വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടിയ സ്ത്രീകൾ എങ്ങനെയാണ് അതൊക്കെ വിശ്വസിക്കാതിരിക്കുക? ഞങ്ങളത് വിശ്വസിച്ചു. സത്യത്തിൽ ചതി ഉള്ള ആളാണ് എന്നറിയാൻ മാത്രം ഞങ്ങൾക്ക് കരുത്തില്ലാതെ പോയി. ആ വാക്കുകളിൽ, ആ ശ്രീകൃഷ്ണന്റെ മധുരമനോഹരമായ തേനിനു തുല്യമായ വാക്കുകളിൽ ഞങ്ങൾ വിശ്വസിച്ചു പോയി. കഥം നു ഗൃഹന്ത്യനവസ്ഥിതാത്മനോ വചകൃതഘ്നസ്യ ബുധാ പുരസ്ത്രിയാ ഗൃഹന്തി വൈ ചിത്രകഥസ്യ സുന്ദരസ്മിതാവലോകോച്ഛ്വസിതസ്മരാതുരാ. കൃതഘ്നസ്യ, ഉപകാരസ്മരണയില്ലാത്ത, അനവസ്ഥിതാത്മന, അസ്ഥിരചിത്തനായ അവന്റെ വാക്കിനെ, ബുധ, നിപുണകളായിരിക്കുന്ന പട്ടണത്തിലെ സ്ത്രീകൾ കഥം നു ഗൃഹന്തി, എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ചിത്രകഥസ്യ, ചിത്രകഥകൾ പറയാൻ സമർത്ഥനായവന്റെ സുന്ദരസ്മിതാവലോകോച്ഛ്വസിത സ്മരാതുര, സുന്ദരമായ മന്ദഹാസത്തോടു കൂടിയ നോട്ടം കൊണ്ട് ക്ഷോഭിക്കപ്പെട്ട മന്മഥൻ കാരണം ആതുരകളായി മാറിയിരിക്കുന്ന അവർ ഗൃഹന്തി വൈ, തീർച്ചയായും അതിനെ ഗ്രഹിക്കും അല്ലേ? നോക്കൂ, അറിവില്ലാത്ത ഞങ്ങൾ ഈ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ശ്രീകൃഷ്ണന്റെ അത്തരത്തിലുള്ള വാക്കുകൾ മധുരാപുരയിലെ സ്ത്രീകൾ, പഠിപ്പ് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണല്ലോ, ബുദ്ധിയോഗ്യതയും ഒക്കെ കൂടും അവർക്ക്, നഗരത്തിലെ സ്ത്രീകൾക്ക്. അങ്ങനെ അവര് ഇത്തരത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും മറ്റേ പറയുകയാണ്, അവരുടെ പഠിപ്പും ബുദ്ധിയോഗ്യതയും ഒക്കെ ശ്രീകൃഷ്ണന്റെ അടുത്ത് നടക്കില്ല. കാരണം മനസ്സിനെ മയക്കുന്നതിൽ വലിയ സാമർഥ്യമുള്ള ആളാണ് നമ്മുടെ കൃഷ്ണൻ. അവരുടെ ഉള്ളിൽ ആ മരതകമണിവർണ്ണന്റെ ഒരു മന്ദഹാസം മാത്രം മതി അവരുടെ മന്മഥതാപം വർദ്ധിക്കാൻ. അപ്പോൾ അവന്റെ സൗന്ദര്യം കൊണ്ട് വഞ്ചിതരായിട്ട് തീരും ഈ പുരസ്ത്രീകൾ മുഴുവൻ.
അവൻ പറയുന്ന എല്ലാ വാക്കുകളും സത്യമാണ് എന്ന് കരുതും അവരൊക്കെ. ഇപ്പൊ ശ്രീകൃഷ്ണന്റെ മന്ദഹാസ വലയത്തിൽ പെടാത്തവർ സ്ത്രീ ജാതിയിൽ തന്നെയില്ല. നമ്മൾ മാത്രമല്ല, നഗരസ്ത്രീകളും അങ്ങനെ തന്നെ. ഭഗവാന്റെ മന്ദഹാസം മായാഭഗവതി എന്ന് അനുഭവിച്ചിട്ടുള്ള ഗോപികമാര് അത് വ്യക്തമായിട്ട് പറഞ്ഞു. കിം നസ്തൽ കഥയാ ഗോപ്യ കഥാ കഥയതാപരാ യാത്യസ്മാഭിർവിനാ കാലോ യതി തസ്യ തഥൈവ ന. പറയണു ഗോപ്യ, ഗോപികളെ, തത് കഥയ, അവന്റെ കഥ കൊണ്ട് നമുക്ക് അതുകൊണ്ട് എന്താണ് ഒരു ഫലമുള്ളത്? ന കിം, നമുക്ക് എന്താ ഫലമുള്ളത്? അപരാ കഥ, മറ്റ് കഥകളെ പറയൂ. ശ്രീകൃഷ്ണന്റെ കഥ പറയണ്ട. അസ്മാഭിവിന, നമ്മളെ കൂടാതെ അവന്റെ സമയം പോകുന്നുവെങ്കിൽ നമുക്കും അതേപോലെ തന്നെ മതി. അവന് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവനെയും വേണ്ട എന്നുള്ളതാണ്. ഈ ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത്? നമുക്ക് എന്താ ഫലമുള്ളത്? വേറെന്തെങ്കിലും കഥ പറയൂ. നമ്മളില്ലാതെ അവന്റെ സമയം കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവനില്ലാതെ നമ്മുടെ സമയവും കഴിഞ്ഞു പോകണം. ദുഃഖത്തിന് കാരണമാകുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും എന്തിനാണ് ഓർക്കുന്നത്? അതിനേക്കാൾ നല്ലത് ആ ചിന്ത നമ്മളിൽ ദുഃഖം നിറയ്ക്കുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കുകയല്ലേ നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ആ ശ്രീകൃഷ്ണന്റെ കഥകളെ ചിന്തിക്കുകയേ വേണ്ട, പറയുകയേ വേണ്ട. മറ്റുള്ള കാര്യങ്ങൾ അവന്റെ സ്മരണയ്ക്ക് വിഘാതമാകുന്നുവെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ വിഷമിക്കരുത്. ഇതി പ്രഹസിതം ശൗരേർ ജൽപിതം ചാരുവീക്ഷിതം ഗതിം പ്രേമപരിഷ്വംഗം സ്മരന്ത്യോ രുരുദു സ്ത്രീയാ. ഇങ്ങനെ ശൗരേ പ്രഹസിതം ജൽപിതം ചാരുവീക്ഷിതം ഗതിം പ്രേമപരിഷ്വംഗം സ്മരന്ത്യ. ശൗരിയുടെ, ആ ശ്രീകൃഷ്ണന്റെ പ്രഹസിതം, പ്രകടമായ ഹസിതം, പ്രഹസിതം, ജൽപിതം സംസാരം, ചാരുവീക്ഷിതം അതിമനോഹരമായ നോട്ടം, ഗതി സഞ്ചാരം, പ്രേമപരിഷ്വംഗം പ്രേമത്തോടുകൂടിയുള്ള ആലിംഗനം, ഇതിനെയൊക്കെ സ്മരന്ത്യ ഓർക്കുന്ന ആ ഗോപികൾ ഇപ്പോ വല്ലാതെ വേദനിച്ചു. അവരെ ഉറക്കെ കരയാനായിട്ട് തുടങ്ങി. സംഘർഷണസ്താ കൃഷ്ണസ്യ സന്ദേശൈർ ഹൃദയംഗമൈ സാന്ത്വയാമാസ ഭഗവാൻ നാനാനുനയ കോവിദ. പലതരത്തിലുള്ള അനുനയ വാക്കുകളെ കൊണ്ട്, അതൊക്കെ നല്ലപോലെ അറിയുന്ന കോവിദനായ, അതിൽ സമർത്ഥനായ ഭഗവാൻ സംഘർഷണ, ഭഗവാൻ ബലരാമൻ, ഹൃദയംഗമൈ കൃഷ്ണസ്യ സന്ദേശൈ, ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന കൃഷ്ണന്റെ സന്ദേശങ്ങൾ കൊണ്ട് താ സാന്ത്വയാമാസ, അവരെ വേണ്ട പോലെ സാന്ത്വനിപ്പിച്ചു എന്ന് പറയുന്നു. പരിശുദ്ധമായ പ്രേമരസത്തെ ഇങ്ങനെ പ്രകാശിപ്പിച്ച പരമധന്യകളായ ഗോപികമാര് അവരുടെ ഉള്ളിലൊരു ദുഃഖത്തെ കണ്ടപ്പോൾ ബലരാമസ്വാമി ശ്രീകൃഷ്ണന്റെ സന്ദേശത്തിലൂടെ അവരെ സമാധാനിപ്പിച്ചു. ശ്രീകൃഷ്ണ സന്ദേശം കൊണ്ടുണ്ടാകുന്ന സമാധാനം, അതേപോലെ രാമന്റെ ആ നല്ല വാക്കുകൾ, അവരെയൊക്കെ ഓരോരുത്തരെയും എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടത് എന്ന് സംഘർഷണമൂർത്തിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അദ്ദേഹം വേണ്ടതുപോലെ അവരെ സമാധാനിപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞയച്ച വാക്കുകൾ, ശ്രീകൃഷ്ണൻ പറഞ്ഞയച്ച കാര്യങ്ങൾ, അതൊക്കെ ഇവരുടെ മുമ്പിൽ സാക്ഷാൽ ബലരാമസ്വാമി അവതരിപ്പിക്കുന്നു, അവരെ സമാധാനിപ്പിക്കുന്നു. ദ്വൗമാസൗ തത്ര ചാവാൽസീൽ മധും മാധവമേവ ച രാമ ക്ഷപാസു ഭഗവാൻ ഗോപീനാം രതിമാവഹൻ. മധുരം, മാധവം. മധുരം എന്ന് പറഞ്ഞാൽ ചൈത്രമാസം, മാധവം എന്ന് പറഞ്ഞാൽ വൈശാഖമാസം. ഇപ്പോൾ ആ മാസത്തിലാണ് നമ്മൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ്വൗമാസൗ, ഈ 2 മാസങ്ങൾ, ഭഗവാൻ രാമ, ഭഗവാനായ ജ്ഞാന ഐശ്വര്യങ്ങളാകുന്ന ഭഗങ്ങളോടുകൂടിയ സാക്ഷാൽ ഭഗവാനായ ബലരാമൻ ക്ഷപാസു, രാത്രികളിൽ ഗോപീനാം രതിം ആവഹൻ, ഗോപികൾക്ക്
രതിയെ ഉണ്ടാക്കുന്നവനായിട്ട് തത്ര അവാൽസീൽച്ച അവിടെ താമസിച്ചു എന്ന് പറയുന്നു. ഇവിടെ ശ്രീകൃഷ്ണപ്രിയകളായ ഗോപികമാരെ ആശ്വസിപ്പിച്ച് ആ ഗോപികമാർക്ക് വേണ്ടതായിട്ടുള്ള രതിപ്രമോദത്തെ, ആ സന്തോഷത്തെ അവർക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം അവിടെ താമസിച്ചു. 2 മാസം അവിടെ താമസിച്ചു. ചൈത്രം വൈശാഖം, മേടം ഇടവം എന്ന് വേണമെങ്കിൽ നമ്മുടെ രീതിയിൽ പറയാം. മേടമാസത്തിലും ഇടവമാസത്തിലും അവിടെ താമസിച്ചു ഗോകുലത്തിൽ. പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവായുന യമുനോപവനേ രേമേ സേവിതേ സ്ത്രീഗണൈർവൃത. പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ, പൂർണ്ണചന്ദ്രൻ്റെ കലകൾ കൊണ്ട് സ്പർശിക്കപ്പെട്ട, കൗമുദീ ഗന്ധവായുന അമ്പൽപ്പൂവിൻ്റെ ഗന്ധത്തോടുകൂടിയ വളരെ ശുദ്ധമായ കാറ്റ്, അതുകൊണ്ട് സേവിതേ സേവിക്കപ്പെട്ട, യമുനോപവനെ യമുനയുടെ ഉപവനം, യമുനയുടെ സമീപവനത്തിൽ സ്ത്രീഗണൈ വ്രത സ്ത്രീജനങ്ങളാൽ, ഗോപീജനങ്ങളാൽ ചുറ്റപ്പെട്ട് ആ ബലരാമസ്വാമി ലീലകൾ ആടി. പൂർണ്ണചന്ദ്രൻ്റെ കിരണങ്ങൾ നിറഞ്ഞ നല്ല മനോഹരമായ നിലാവ് നിറഞ്ഞു നിൽക്കുന്ന രാത്രികളിൽ അമ്പൽപ്പൂക്കളുടെ ഗന്ധം കാറ്റ് എല്ലായിടത്തും നിറച്ചു വച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ യമുനാ നദിയുടെ തീരത്തുള്ള പൂങ്കാവിൽ അവിടെ രാമൻ സ്ത്രീഗണസേവിതനായി ലീലകൾ ആടി എന്ന് പറയുന്നു. വരുണപ്രേഷിതാദേവി വാരുണി വൃക്ഷകോടരാത് പതന്തി തദ്വനം സർവം സ്വഗന്ധേനാധ്യവാസയൽ. വരുണപ്രേഷിത, വരുണനാൽ അയക്കപ്പെട്ട, പ്രേരിപ്പിക്കപ്പെട്ട വാരുണീ ദേവിം, ആ വാരുണീ ദേവി മധുരായുടെ അധിഷ്ഠാന ദേവതയായ, മദ്യത്തിൻ്റെ ദേവതയായ ആ വാരുണീ ദേവി വൃക്ഷകോടരാട്, വൃക്ഷങ്ങളുടെ പൊത്തിൽ നിന്നും പതിക്കുന്ന സർവം തദ്വനം, ആ വനം മുഴുവൻ സ്വഗന്ധേന തൻ്റെ ഗന്ധം കൊണ്ട് അവിടെ മുഴുവൻ നിറച്ചു. ഇങ്ങനെ ഉപവനത്തിൽ ക്രീഡിക്കുന്ന ബലരാമസ്വാമി ആ ബലരാമനെ ആരാധിക്കാൻ വരുണന്റെ കൽപ്പനയനുസരിച്ച് വാരുണീ ദേവി, ആ മധുരാദേവി ആ വനത്തിലുള്ള കദംബവൃക്ഷങ്ങളുടെ പൊത്തിൽ കൂടി തൻ്റെ ആ മധുരയെ, ആ ഗന്ധത്തെ അവിടെ മുഴുവൻ നിറച്ച് അതിനെയൊക്കെ സൗരഭ്യമുള്ളതാക്കി മാറ്റി എന്ന് പറയുന്നു. അങ്ങനെ ഈ സന്ദർഭത്തിലോ തം ഗന്ധം മധുധാരായ വായുനോപഹൃതം ബല ആഘ്രായോപഗതസ്തത്ര ലലനാഭി സമം പപൗ. വായുവിൽ, കാറ്റിൽ ഉപഹൃതം, ഉപഹരിക്കപ്പെട്ട അല്ലെങ്കിൽ കൊണ്ടുവരപ്പെട്ട അടുത്തേക്ക് എത്തിയ മധുധാരായ, മധുധാരയുടെ ആ ഗന്ധം അത് വാസനിച്ചു. ആര്? ആഘ്രായ ബലരാമസ്വാമി. ബലരാമൻ ലലനാഭീസമം സ്ത്രീകളോടുകൂടി തത്ര ഉപഗത പപൗ അവിടെ വന്ന് ആ മധു പാനം ചെയ്തു, വാരുണീ മദ്യം സേവിച്ചു. ഉപഗീയമാനചരിതോ വനിതാഭിർ ഹലായുധ വനേഷു വ്യതരൽ ക്ഷീപോ മദവിഹ്വലലോചന. ക്ഷീപ മത്തനായി മാറി, മദവിഹ്വലലോചന മദം കൊണ്ട് അലസമായിരിക്കുന്ന വിഹ്വലമായ കണ്ണുകളോടുകൂടിയ ആ സ്ത്രീകളാൽ ഉപഗീയമാന ചരിത കീർത്തിക്കപ്പെട്ട ചരിതത്തോടുകൂടിയ ഹലായുധ ബലരാമൻ വനേഷു വ്യചരൽ വനത്തിലൂടെ സഞ്ചരിച്ചു എന്ന് പറയുന്നു. ഇപ്പം സ്ത്രീകൾ അവരുടെ ആഹ്ലാദത്തെ സൂചിപ്പിക്കുകയാണ്. കൺമിഴികൾ ആസവം കഴിച്ചതോടുകൂടി കൺമിഴികൾ അലസങ്ങളായി. സ്ത്രീകളുടെ പരമാനന്ദം കൊണ്ട് അവർ രാമൻ്റെ ഓരോ ചരിത്രങ്ങൾ കീർത്തനം ചെയ്തു. ഇങ്ങനെ ബലരാമൻ കാടുകളിലൂടെ അവരോടുകൂടി സഞ്ചരിക്കണം. സൃഗ്വേക കുണ്ടലോ മത്തോ വൈജയന്ത്യാചമാലയാ ബിഭ്രൽ സ്മിതമുഖാംഭോജം സ്വേദപ്രാലേയ ഭൂഷിതം. സൃഗ്വി മാലകളൊക്കെ ധരിച്ച് വൈജയന്ത്യാമാലയ
വൈജയന്തി എന്ന മാലയോട് കൂടിയ ഉപലക്ഷിത ഏകകുണ്ടല ഒരൊറ്റ കാതിൽ മാത്രം കുണ്ടലം ധരിച്ച മത്തനായ ശ്വേതപ്രാലേയഭൂഷിത വിയർപ്പാകുന്ന മഞ്ഞുതുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട സ്മിതമുഖാംഭോജം പുഞ്ചിരി നിറഞ്ഞ ആ മുഖാരവിന്ദത്തെ വഹിച്ചും കൊണ്ട് കാടുകളിൽ ബലരാമൻ സഞ്ചരിച്ചു. കഴുത്തിലും തലയിലും അനേക മാലകൾ ധരിച്ചിട്ടുണ്ട്. മുട്ടുവരെ നീണ്ടുകിടക്കുന്ന വൈജയന്തി എന്നതുപോലെ. അതേപോലെ മുഖാരവിന്ദത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്നു. അത് താമരദളത്തിലെ വെള്ളം പോലെ ആ സുന്ദരനായ ബലരാമസ്വാമിയുടെ മുഖത്തിന് മനോഹരമായ ഒരു അലങ്കാരമായി മാറി. അങ്ങനെ ബലരാമൻ കാടുകളിലൂടെ സഞ്ചരിക്കുന്നു. സ ആജുഹാവയമുനാം ജലക്രീഡാർദ്ധമീശ്വര നിജം വാക്യമനാദൃത്യ മത്ത ഇത്യാപകാംബല അനാഗതാം ഹലാഗ്രേണ കുപിതോ വിചകർഷഃ. ഈശ്വരനായ ബലരാമൻ ജലക്രീഡാർത്ഥം ജലത്തിൽ കളിക്കാനായി കുളിക്കാനായി യമുനാം ആജുഹാവ യമുനയെ അങ്ങോട്ട് വിളിച്ചു. മത്ത ഇതി മദ്യപിച്ച് മതോന്മത്തനായവനെന്ന് വിചാരിച്ച് നിജവാക്യം അനാദൃത തൻ്റെ വാക്യത്തെ ആദരിക്കാതെ അനാഗതാം വരാത്ത ആ യമുനയെ ആപഗാം ആ നദിയെ കുപിത ദേഷ്യപ്പെട്ട് ഹലാഗ്രേണ വിചകർഷഃ തൻ്റെ ആ ഹലാഗ്രം കൊണ്ട് അവിടേക്ക് വലിച്ച് ചേർക്കാനായിട്ട് നോക്കുന്നു. യമുനാതീരത്ത് ജലക്രീഡയ്ക്ക് മോഹമുണ്ടായ രാമൻ യമുനയോട് തൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ മദ്യപിച്ച ഒരാളുടെ വാക്ക് സ്വീകരിക്കേണ്ട എന്നുള്ള രീതിയിൽ മത്തനാണ്, ബുദ്ധി നശിച്ചവനാണെന്നൊക്കെ വിചാരിച്ച് അതിനെ ശ്രദ്ധിച്ചില്ല. രാമവാക്യത്തെ ബഹുമാനിക്കാതെ അരികിൽ വരാതെ തൻ്റെ വഴിയിലൂടെ മാത്രം ഒഴുകിപ്പോകുന്ന ആ യമുനയെ കണ്ടപ്പോൾ ബലരാമന് ദേഷ്യം വന്നു. തൻ്റെ ഹലായുധം കൊണ്ട് തോളിലിരിക്കുന്ന ആ ഹലത്തെ എടുത്തും കൊണ്ട് യമുനയിൽ നിന്ന് ഒരു ചാല് തൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കയറി എന്നാണ്. പാപേ ത്വം മാമവജ്ഞായ എന്നായാസി മയാഹുത നേഷ്യേ ത്വാം ലാംഗലാഗ്രേണ ശതധ കാമചാരിണി. ഹേ പാപിയായിരിക്കുന്നവളെ പറയാണ്, പാപേ ത്വം മയാ ആഹുത നീയ് എന്നാൽ വിളിക്കപ്പെട്ടു, മാം അവജ്ഞായ എന്നാൽ എന്നെ അപമാനിച്ചിട്ട് നായാസി ഇതി യത് നീയ് ഇങ്ങോട്ട് വരണില്ല എന്ന കാരണം കൊണ്ട് കാമചാരിണി ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന നിന്നെ ലാംഗലാഗ്രേണ ഈ കരിയുടെ അറ്റം കൊണ്ട് നിന്നെ ഞാൻ 100 ശതധ അനേകമായിട്ട് നേഷ്യെ പലതായിട്ട് ഞാൻ നിന്നെ ഛിന്ന ഭിന്നമാക്കും. നീ ഇഷ്ടം പോലെ നിന്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കണു അല്ലേ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഫലം ദാ അനുഭവിച്ചോളൂ. ഏവം നിർഭത്സിതാഭീതാ യമുന യദുനന്ദനം ഉവാച ചകിതാ വാചം പതിത പാദയോർ നൃപ. ഇങ്ങനെ നിർഭത്സിത ഭത്സനം ചെയ്യപ്പെട്ട ഭീത ഭയപ്പെട്ടിരിക്കുന്ന ആ യമുന നദി ചകിത വിറച്ചും കൊണ്ട് പാദയോ പതിത ആ ബലരാമസ്വാമിയുടെ കാക്കൽ വീണുകൊണ്ട് യദുനന്ദനം വാചം ഉവാച ആ യദു പുത്രനായിരിക്കുന്ന യദുവിൻ്റെ വംശത്തിൽ പിറന്ന ആ ബലരാമസ്വാമിയോട് ഇങ്ങനെ ദാ പറഞ്ഞു എന്ന് പറയുന്നു. രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം യസ്യേകാംശേന വിധൃത ജഗതി ജഗതപതേ തവ വിക്രമം ന ജാനേ. രാമരാമ മഹാബാഹോ മഹാപരാക്രമശാലിയായിരിക്കുന്ന ബലരാമസ്വാമിൻ അവിടുത്തെ പരാക്രമത്തെ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ അറിയുന്നില്ല. ജഗതഃ പതേ ജഗത്തിൻ്റെ മുഴുവൻ പതിയായിരിക്കുന്നവനെ രക്ഷകനായിരിക്കുന്നവനെ യസ്യ ഏകാംശേന ജഗതി വിധൃത അങ്ങയുടെ ഒരംശം ആദിശേഷമൂർത്തിയായിരിക്കുന്ന അങ്ങ് തൻ്റെ ശക്തിയുടെ ഒരംശം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ധരിച്ചിരിക്കുകയല്ലേ. അപ്പോൾ പരംഭാവം ഭഗവതോ ഭഗവൻ മാമജാനതിം
മോക്തുമർഹസി വിശ്വാത്മൻ പ്രപന്നാം ഭക്തവത്സല. ഭഗവാനെ, ഭഗവതഃ പരംഭാവം അജാനതിം, അവിടുത്തെ പരമമായ ഭാവത്തെ അറിയാത്ത പ്രപന്നാം ശരണാഗതിയായിരിക്കുന്ന മാം എന്നെ, വിശ്വാത്മൻ ഭക്തവത്സല സർവാന്തര്യാമിയായി ഭക്തന്മാരെ മുഴുവൻ അവരോടൊക്കെ വാത്സല്യം കാണിക്കുന്ന ഭഗവാനെ, മോക്തും അർഹസി, അങ്ങ് അതിന് എന്നെ അങ്ങയുടെ ദേഷ്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, ഒരിക്കലും അങ്ങ് എന്നെ വിട്ടയക്കണേ. അങ്ങിപ്പോൾ ഈ ഹലാഗ്രം കൊണ്ട് എന്നെ കുത്തി മലർത്താനായിട്ട് പുറപ്പെടുന്നു, അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. തതോ വ്യമുഞ്ചൽ യമുനാം യാചിതോ ഭഗവാൻ ബല വിജഗാഹ ജലം സ്ത്രീഭി കരേണുഭിരിവേഭരാട്. യാചിത, പ്രാർത്ഥിക്കപ്പെട്ട ആ ഭഗവാനായ ബലൻ പിന്നീട് യമുനയെ മോചിപ്പിച്ചു. കരേണുഭി ഇഭരാട് ഇവ, പിടിയാനകളോടുകൂടി കൊമ്പനാന എന്നതുപോലെ സ്ത്രീഭി, ആ സ്ത്രീകളോടുകൂടി ജലത്തെ വിജഗാഹ, ആ ജലത്തിലേക്ക് ഇറങ്ങി. പിടിയാനകളോടുകൂടി കൊമ്പനാന വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ ബലരാമസ്വാമി ഗോപികമാരോടുകൂടി യമുനാ പുളിനത്തിലേക്ക് ഇറങ്ങി. കാമം വിഹൃത്യ സലിലാദുത്തീർണായാസിതാംബരേ ഭൂഷണാനി മഹാർഹാണി ദദൗ കാന്തി ശുഭാം സ്രജം. ഇങ്ങനെ ആ വെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയും സലിലാത്ത്, ഇതിൽ ഒക്കെ ഇത്തരത്തിൽ ലീലകളാടി ജലക്രീഡ ചെയ്ത ഉത്തീർണായ, മേൽപോട്ട് വന്ന ബലരാമൻ, ആ ജലക്രീഡയൊക്കെ കഴിഞ്ഞു വന്ന ബലരാമന് മഹാർഹാണി അസിതാംബരെ, അസിതങ്ങളായ 2 വസ്ത്രങ്ങളും വിലമതിക്കാൻ കഴിയാത്ത ഭൂഷണങ്ങളും ശുഭാം സ്രജം, ഏറ്റവും ശോഭനമായ മാലയെയും കാന്തി ലക്ഷ്മി ദദൗ, അവിടെ അതിമനോഹരമായിട്ടുള്ള വസ്ത്രം, മഹാലക്ഷ്മി 2 നീലവസ്ത്രങ്ങൾ, വിലപിടിച്ച ആഭരണങ്ങൾ, ശോഭനമായൊരു മാല, ഇതൊക്കെ ബലരാമസ്വാമിക്ക് ലക്ഷ്മി സമ്മാനിച്ചു. വസിത്വാ വാസസി നീലേ മാലാമാമുച്യ കാഞ്ചനിം രേജേ സ്വലങ്കൃതോ ലിപ്തോ മാഹേന്ദ്ര ഇവ വാരണ. നീലനിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് കാഞ്ചനിയും, സ്വർണം കൊണ്ടുണ്ടാക്കിയ മാല ധരിച്ച്, സ്വലങ്കൃത, നന്നായി അലങ്കരിക്കപ്പെട്ടവനായി, അതേപോലെ തന്നെ ലിപ്ത, ദേഹത്ത് ചന്ദനക്കുറിക്കൂട്ടൊക്കെ തേച്ചിട്ടുള്ള, ലേപനം ചെയ്തിട്ടുള്ള ആ ബലരാമൻ മാഹേന്ദ്രം ഇവ, മഹേന്ദ്രനെ സംബന്ധിച്ച വാരണ ഇവ, വാരണം എന്നതുപോലെ, ആന എന്നതുപോലെ ശോഭിച്ചു. ബലരാമസ്വാമി നീലവസ്ത്രം എടുത്തു, മറ്റൊരു നീലവസ്ത്രം ഉത്തരീയമായി ധരിച്ചു, ആഭരണങ്ങളൊക്കെ ധരിച്ചു. ഇങ്ങനെ ബലരാമൻ, ഇപ്പോൾ ബലരാമൻ്റെ നിറം ആ ശുക്ലവർണ്ണാണ്, അപ്പം അതേപോലെ തന്നെ ആ ഇരാവതം എന്നതുപോലെ ശോഭിച്ചു എന്നും പറയുന്നു. അദ്യാഭിദൃശ്യത്തെ രാജൻ, ബലരാമസ്വാമിയുടെ ശക്തിവിശേഷം കൊണ്ട് ആ ഹലാഗ്രഹം കൊണ്ട് യമുനയെ തൻ്റെ അടുത്തേക്ക് വലിച്ചു. അതുകൊണ്ട് എന്തായി? ബലസ്യ വീര്യം സൂചയതീവ, ബലന്റെ ആ പരാക്രമത്തെ കാണിക്കുന്ന തരത്തിൽ രാജാവെ, പരീക്ഷത്തെ ആകൃഷ്ടവത്മന, ആകർഷിക്കപ്പെട്ട വഴിയിൽ കൂടി അദ്യാപി യമുന ദൃശ്യത, ഇപ്പോഴും യമുന നമുക്ക് കാഴ്ചയിൽ എത്തിച്ചേരുന്നു എന്നാണ്, ഇപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ഒരു വളഞ്ഞ വഴിയിലൂടെ യമുന ഒഴുകുന്നത് ബലരാമസ്വാമിയുടെ ഈ വീര്യപരാക്രമത്തെ നമ്മളിൽ ഓർമ്മ നൽകുന്നതാണ്. ഏവം സർവാ നിശായാത ഏകേവ രമതോ വ്രജേ രാമസ്യാക്ഷിപ്തചേതശ്ചിത്തസ്യ മാധുര്യേർ വ്രജയോഷിതാം. ഇങ്ങനെ വ്രജയോഷിത മാധുര്യേ ആക്ഷിപ്ത ചിത്തസ്യ, ഇങ്ങനെ വ്രജസ്ത്രീകളുടെ മാധുര്യം കൊണ്ട് ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയ വ്രജേ രമത, വ്രജത്തിൽ രമിക്കുന്ന രാമന്റെ സർവാനിശ, എല്ലാ രാത്രികളും ഏകാനിശ ഇവ യാത, ഒരു രാത്രി എന്നതുപോലെ കഴിഞ്ഞു. അവർക്കൊക്കെ ഏകദേശം 2 മാസക്കാലം ബലരാമസ്വാമിയോട് താമസിച്ചു. എന്നാൽ അത്
ഒരൊറ്റ രാത്രി പോലെ അവർക്ക് തോന്നി. അതിസന്തോഷം കൊണ്ട് ബലരാമസ്വാമി ഇത്രയും കാലം അവിടെ താമസിച്ചു എന്നവർക്ക് തോന്നിയതേ ഇല്ല. ഒരു ദിവസം കഴിഞ്ഞു. അതുപോലെ അങ്ങനെ ബലരാമസ്വാമി ഗോകുലത്തിൽ അത്തരത്തിൽ കഴിയണു. ആ ഭാഗത്തോടുകൂടി 65-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കപ്പെടുകയാണ്. നാളെ പൗണ്ഡ്രക വാസുദേവന്റെ കഥയോടുകൂടി നമുക്ക് ആരംഭിക്കാം. 66-ാമത്തെ അധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ
ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.